ഇച്ചായ ഇത് എത്ര നേരം ഈ പത്രവായന തുടങ്ങിയിട്ട് ഇത് പത്രം കാണാതെ പഠിക്കുകയാണ്. നാളെ ഒരു പരീക്ഷയാണ്. ഞാൻ തമാശ പറഞ്ഞതല്ല. സാധാരണ ഒരു വീട്ടിൽ പത്രം വരുമ്പോഴത്തേക്ക് ആളുകൾ വെറുതെ ഒന്ന് മറച്ചു നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ വായിക്കും. ഇത് അങ്ങനെയല്ലല്ലോ. പ്രധാനപ്പെട്ട വാർത്ത മാത്രമാണ് വായിക്കാനാണെങ്കിൽ പിന്നെ പത്രം എന്തിനാ? എടി, പ്രധാനപ്പെട്ട വാർത്ത തീരുമാനിക്കുന്ന നീയാണോ? ഇപ്പം സപ്പോസ് പ്രധാനപ്പെട്ട വാർത്ത മാത്രമാണ് വായിക്കുന്നതെങ്കിൽ 4 പേജ് പത്രം മതി. എന്തിനാണ് ഇങ്ങനെ അച്ചടിച്ച് വെച്ചിരിക്കുന്നത് ഇത്രയും പേജ്? എന്റെ പൊന്നമ്മോ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. അതാ നല്ലത്. ഇനി പത്രം വായിക്കുന്നതിന്റെ ആവശ്യം എന്താണ്, പത്രം വായിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ക്ലാസ് തുടങ്ങുമല്ലോ. തുടങ്ങും. ഈ ഫോൺ അഴിക്കാനുള്ള ലോക്കൊന്ന് പറഞ്ഞു. ഈ ഫോൺ അഴിക്കാനുള്ള ലോക്കൊന്ന് പറഞ്ഞു തരാൻ. ഫോൺ അഴിക്കാൻ കോഡ് കോഡ് കോടാ? എന്തിനാണ് പറഞ്ഞതാ? നോക്കട്ടെ. അന്യന്റെ ഫോൺ എടുത്ത് നോക്കുന്നത് അത്ര നല്ലതല്ല. ഞാൻ അന്യാണെന്നല്ലോ ഇച്ചാന്റെ ഭാര്യയല്ലേ, അപ്പൊ അറിയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഇച്ചാന് എന്റെ ഫോൺ നോക്കാറുണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരാറുണ്ടല്ലോ എന്റെ കോഡ്. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുമില്ല, നീയോട്ട് പറഞ്ഞു തന്നിട്ടുമില്ല. റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളവരാണ് ഇതൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നത്. ഭാര്യമാരോട് അത്ര രഹസ്യം വെക്കുന്നത് നല്ലതല്ല ഇച്ചായ. തുറന്നിട്ടുണ്ട്, നോക്കിക്കോ. എന്റെ കള്ളമൊക്കെ പിടിച്ചു. ഈ അനുരാധ എന്തിനാ ഇച്ചാനെ വിളിച്ചോണ്ടിരിക്കുന്നത്? അനുരാധ എന്റെ സബോർഡിനേറ്റ് ആണ്, അപ്പൊ പല കാര്യങ്ങളും പറയാനുണ്ടാവും, അതിനാ വിളിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഹോസ്പിറ്റലിലല്ലേ വർക്ക് ചെയ്യുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്തോട് മുഖം നോക്കി പറഞ്ഞാൽ പോരെ, ഇങ്ങനെ ഫോൺ ചെയ്യണേ എന്തിനാ? ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മുഖത്തോട് മുഖം നോക്കി പറയും? കർത്താവേ, ഇന്നലത്തെ ദിവസം 3 പ്രാവശ്യം വിളിച്ചേക്കുന്നു. ഇന്നലെ അവധിയല്ലായിരുന്ന, എന്തിനാ അവള് ഫോൺ ചെയ്തത്? പല കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഡിസ്ട്രിക്ട് ഓഫീസിലേക്ക് ഒരു ഫയൽ ശരിയാക്കാനുണ്ടായിരുന്നു, അത് ഇന്നലെ അനുരാധ വീട്ടിൽ ഇരുന്നാണ് ചെയ്തത്. നമുക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു, ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി വിളിച്ചതാ. ഇത് അതൊന്നും അല്ല ഇച്ചായ, ആ സുശീലൻ പറഞ്ഞത് സത്യമാണ്. അവൾ ആള് ശരിയല്ല. ഏത് സുശീലൻ? ആ സ്റ്റേഷനറി കട നടത്തുന്ന സുശീലൻ. ആ സുശീലൻ എന്നെ കാണുമ്പോ പറയും ആ അനുരാധയുടെ സ്വഭാവം അത്ര ശരിയല്ല, ഡോക്ടറുമായിട്ട് അധികം അടുക്കാൻ സമ്മതിക്കരുതെന്ന്. ആലിസ്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പറയുന്ന കേട്ട് സ്വന്തമായിട്ട് ഒരു ധാരണയിൽ എത്തരുതെന്ന്. എടി, ആരെങ്കിലും പറയുന്ന കേട്ടിട്ടാണ് ഒരു പെണ്ണിനെ കുറിച്ച് അനാവശ്യം പറയേണ്ടത്. നിന്നെ കുറിച്ച് ആരെങ്കിലും അനാവശ്യം പറഞ്ഞിരുന്നെങ്കിലോ? ഇതെന്തിനാ ഇങ്ങനെ കിടന്ന് ചൂടാവണത്? ഇങ്ങനെ ചൂടാകാതെ എങ്ങനെ ഇരിക്കും? എടേ, ഉമ്മാതിരി വൃത്തികേട് പോയിട്ട് നീ എന്റെ മുന്നിൽ മേലാ വന്നേക്കരുത് കേട്ടാ. എനിക്ക് പോയിരുന്നു പോയി നോക്കായിരുന്നു. മനസ്സിൽ എനിക്ക് നോക്കാൻ തൊട്ടുപോരുത്. തൊട്ടല്ല രാവിലെ നമ്മൾ മേടിച്ച പൈസ കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കണം, എങ്കിലല്ലേ നമുക്കൊരു ആവശ്യം വരാൻ നേരത്ത് വീണ്ടും സാർ തരത്തുള്ളൂ. എന്ത് പറ്റി? അത് ഭയങ്കര ബഹളം കേട്ടെ. ബഹളം വയ്ക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടല്ലോ. അവളെൻ്റെ ഫോൺ എടുത്ത് നോക്കി, അപ്പോൾ ആശുപത്രിയിലെ അനുരാധ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വഴക്കിനുള്ളൊരു കാരണമായി. ഒരു കാരണം തീർത്തോ? എങ്ങനെ തീർക്കാനാ? നീ അടുത്ത വേറൊരുത്തിയുടെ കോള് വന്നാലേ ഇത് തീരത്തുള്ളൂ. വേറൊരുത്തിയുടെ കോള് വന്നാൽ അപ്പോൾ അവളെ ചീത്ത വിളിച്ചു തുടങ്ങും. ഇവക്ക് ആരെങ്കിലെയൊക്കെ വെച്ച് എനിക്കെതിരെ കഥ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ശീലമായിപ്പോയി. എന്ത് ചെയ്യാം സാർ? ഇങ്ങനെയുള്ള നിസ്സാര കാര്യത്തിന് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ? അപ്പുറത്തെ മെമ്പർ ഇറക്കിയ നമ്പർ അങ്ങ് ഇറക്കണം, അതാ ഇതിനുള്ള വഴിയുള്ളൂ. എന്ത് നമ്പർ? സാർ, ഈ ആലീസിന് സാറിനെ പറ്റിയുള്ള സംശയം പോലെ തന്നെ സത്യപാലൻ സാറിനും മെമ്പറെ ഭയങ്കര സംശയമായിരുന്നു. ഒരു ഫോൺ കോൾ പോലും വരാൻ പുള്ളി സമ്മതിക്കില്ല. അവരവിടുത്തെ മെമ്പറല്ലേ, പുള്ളിക്കാരി ആരെങ്കിലും വിളിക്കാതിരിക്കുവോ? അതൊക്കെ എനിക്കറിയാം. ഈ പുണ്യാഴ്ച എന്തോ നമ്പർ ഇറങ്ങിയെന്ന് പറഞ്ഞില്ല, എന്തുവാ? വേറെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സത്യപാലൻ സാറ് മെമ്പറെ സംശയിക്കുന്ന പോലെ തന്നെ മെമ്പർ സത്യപാലൻ സാറിനെ അങ്ങ് സംശയിച്ചു തുടങ്ങി. അങ്ങനെ സംശയിച്ചു തുടങ്ങിയെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് എങ്ങനെ നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റും? ചേട്ടാ, മെമ്പർ എന്നാ കാണിച്ചെന്നറിയോ? മെമ്പർ സത്യപാലൻ സാറിനെതിരെ ഒരു തെളിവങ്ങ് ഉണ്ടാക്കി. എന്തിന്? അതായത് സത്യപാലൻ സാറ് വേറൊരു പെണ്ണുമായിട്ട് പ്രേമമാണെന്നൊരു തെളിവ് അവരങ്ങ് ഉണ്ടാക്കി. ഇതിനകത്ത് രസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പെണ്ണുണ്ടെന്ന് പോലും സത്യപാലൻ സാറ് സംശയിച്ചു പോയി. തെളിച്ചു പറ. ഹലോ, സത്യപാലൻ സാറല്ലേ? അതെ, ആരാണ്? ഞാൻ കനകവാ. കനകോ? ഏത് കനകം? അതെന്താ സാറേ ഇത്ര പെട്ടെന്ന് സാർ എന്നെ മറന്നോ? ഇതാ ഈ പോലീസുകാരുടെ കുഴപ്പം, എല്ലാം പെട്ടെന്ന് മറക്കും. അതെ, എനിക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരാണ്? സാറേ, ഞാൻ കനകവാ. ഏത് കനകം? അത് കൊള്ളാം. കഴിഞ്ഞ ആഴ്ച സാറ് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. അന്നേരം ചക്കരെ പഞ്ചാരയെന്നൊക്കെയല്ലേ വിളിച്ചത്. ഇപ്പൊ എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? അല്ലെങ്കിലും ആണുങ്ങളൊക്കെ ഇങ്ങനാ, കാര്യം കഴിയുമ്പോ ഒക്കെ മറക്കും.
എന്ത് കാര്യം കഴിഞ്ഞെന്ന്? അതിന് ഞാൻ പറയണോ? ഇനി എന്നാ സാറേ നമ്മൾ തമ്മിൽ കാണുന്നേ? എന്തിനു? കൊള്ളാം, അത് ഞാൻ ഇനി പറയണോ? സാറ് സ്ഥലവും സമയവും ഒക്കെ നിശ്ചയിച്ചോ, ഞാൻ വരാം. ഇതെന്താ ഇത്? ഇത് സത്യന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ആരാ ഈ കനകം? കനകോ? എനിക്കറിയില്ല. ഇത് അവൾ എഴുതിയ കത്താ. എന്റെ പ്രിയപ്പെട്ട സാർ, സാറിനെ കാണാതിരിക്കുന്ന ഓരോ നിമിഷവും എനിക്കൊരു വർഷം പോലെയാണ്. അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചു പോയി. കഴിഞ്ഞ തവണ കണ്ടു പിരിഞ്ഞതിൽ പിന്നെ സാറിനെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില്ലിട്ട് സ്ഥാപിച്ചിരിക്കുകയാണ് ഞാൻ സാറിനെ. ഇനി നമ്മൾ എന്ന് കാണും? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരട്ടെ? അവിടെ ആകുമ്പോ പ്രശ്നമില്ലല്ലോ. വീട്ടിൽ വന്നാലല്ലേ ആ ഉണ്ണിയാർച്ച എന്ന് യക്ഷി നമ്മുടെ ബന്ധം കണ്ടുപിടിക്കൂ. അവളൊന്ന് തുലഞ്ഞു പോയിരുന്നെങ്കിൽ നമുക്ക് ഒന്നാവാമായിരുന്നു. എപ്പോഴും സാറിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്വന്തം കനകം. സാറിന്റെ യൂണിഫോമിന്റെ പോക്കറ്റിൽ നിന്നല്ലേ ഈ കത്ത് കിട്ടിയത്? അതെ. അതായത് ഈ കത്ത് സാറിന്റെ പോക്കറ്റിൽ വന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്. ഈ സ്റ്റേഷനിൽ എത്ര സ്ത്രീകളുണ്ട്? 6 പേര്. എങ്കിൽ ഈ 6 പേരിൽ ഒരാളാണ് യഥാർത്ഥ പ്രതി. സാറേ, കള്ളം കപ്പലിൽ തന്നെ ഉണ്ട്. ഈ ലെറ്റർ എഴുതിയ പെണ്ണ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. അതാരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചാൽ മതി. സാറിന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സാറേ. നാളെ ഉണ്ടല്ലോ, ആ സ്വർണ്ണലതയുടെ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും, സ്വർണ്ണലതേ, നിന്റെ വേഷം കെട്ടൊന്നും എന്നോട് വേണ്ട, നിന്റെ താളത്തിന് തുള്ളുന്ന ഒരു കോന്നനല്ല ഞാനെന്ന്. അവള് നാളെ മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. അവളുടെ ഒരു കത്തും ഫോൺ വിളിയും. എന്തായാലും ഇപ്പൊ നിന്റെ സംശയം മാറിയല്ലോ. എനിക്കതിന് സത്യേട്ടന് നേരത്തെയും സംശയം ഇല്ലായിരുന്നല്ലോ. എനിക്കെങ്ങനെ സംശയം ഉണ്ടാവാനാ? കത്ത് എഴുതിയതും ഞാൻ, ഫോൺ ചെയ്തതും ഞാൻ. പിന്നല്ലാതെ സത്യന്റെ ഈ മുടിഞ്ഞ സംശയത്തിന് ഒരു അവസാനം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ച പദ്ധതിയാ ഇത്. സത്യൻ ഓരോരുത്തരുടെ പേരും പറഞ്ഞ് എന്നെ സംശയിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് സത്യൻ അറിയോ? സത്യന്റെ പോക്കറ്റിൽ കത്തിട്ടത് ഞാനാ. എന്നാണേലും ഈ കേസിൽ സാറങ്ങ് വേർത്തുപോയി. ഈ പെണ്ണിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സാറ് കിടന്ന് കാണിച്ച പരാക്രമങ്ങൾ. ASI സ്വർണ്ണലതയുടെ കയ്യിൽ നിന്ന് മുടികാരടയ്ക്കാ പുള്ളി രക്ഷപ്പെട്ടത്. സാറിനെ ആലോചിക്കുന്നത്? അല്ല, ഈ നമ്പർ നമുക്ക് തിരിച്ചിട്ടാലോ? സംഗതി കൊള്ളാം, പക്ഷെ നമ്മളിത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും? അത് ഞാൻ പറയാം. പൗത്രന് ഇന്ന് എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിലേ പോയിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരാമോ? എന്നിട്ട് സംഗതി കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ ഇത് എവിടെയെങ്കിലും പൊളിഞ്ഞ അടി ഉറപ്പാ. ഒരിക്കലും പൊളിയത്തില്ല, ഒന്നും ഉണ്ടാവത്തുമില്ല. ഇത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എനിക്ക് അവളുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ. ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയെ സംശയിച്ചാൽ എങ്ങനെ ഇരിക്കും? പിന്നെ കേട്ടോ. ശരിയാണ്. ശരി. ആലിസ്, എന്തോ അടി, നീ ആവശ്യമില്ലാതെ എന്തിനാ ഇങ്ങനെ പിണങ്ങണ? എത്ര നേരമായി ഇത്? ഇച്ചാൻ എന്തിനാ എന്നോട് വഴക്കിട്ടത്? ഞാൻ വഴക്കിട്ടാണോ? നീ ചുമ്മാ അവരെ ഇവരെയും വെച്ച് എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തിനാ അനുരാധയെ കണക്ട് ചെയ്ത് എന്നെ പറയുന്നേ? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, അനുരാധയോട് പറയും ഇനി മേലെ വിളിക്കരുതെന്ന് പറ. ഇതെങ്ങനെ പ്രാക്ടിക്കലി നടക്കുന്നേടി? എൻ്റെ സബോർഡിനേറ്റ് ആണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഓഫീസിലെ കാര്യങ്ങൾക്കൊക്കെ എന്നെ വിളിക്കേണ്ടി വരും. ഞാൻ അവരുടെ സീനിയർ അല്ലേ? ഈ അനുരാധ ഒരു പാവമാണ്. ഓ, വെറുതെയാണ്. ആ കടക്കാരുടെ പേരെന്തോ? സുശീലൻ. ആ, സുശീലൻ. ഈ സുശീലൻ വെറുതെ അനുരാധയെ കുറിച്ച് കുറ്റം പറയുന്നതാ. അല്ലെങ്കിൽ തന്നെ ഈ സുശീലിന് അനുരാധയെ കുറിച്ച് കുറ്റം പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സുശീലിന് എന്നോടുള്ള അടുപ്പം കൊണ്ട് ഞാൻ ആ കടയിൽ ചെല്ലുമ്പോൾ സുശീല നല്ലപോലെ എന്നോട് സംസാരിക്കാറുണ്ട്, വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്.
ഇത് ഈ നാട്ടിൽ വന്നിട്ട് എനിക്ക് ആകെപ്പാടെ ഒരു അടുപ്പമുള്ളത് ആ സുശീലിനോട് മാത്രമാണ്. എടി അത് കച്ചവടക്കാരൻ്റെ നമ്പറാണ്. സുശീല നോക്കിയപ്പോൾ നീ നല്ല വീട്ടിൽ നിന്ന് വരുന്നതാ, നിന്റെ കയ്യിൽ കാശുണ്ട്, അപ്പോൾ സ്ഥിരമായിട്ട് ആ കടയിൽ നിന്ന് തന്നെ സാധനം വാങ്ങിക്കാൻ വേണ്ടി കുശലം പറയുന്നതാ. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അതേക്കുറിച്ച് വെറുതെ കുറ്റം പറയുന്നു. എന്റെ ഇച്ചായ ആ സുശീലന് അത്തരക്കാരനൊന്നും അല്ല, അയാളൊരു പാവമാണ്. ഇപ്പൊ ഇച്ചാൻ എന്താ വേണ്ടത്? അനുരാധിനെ ന്യായീകരിക്കണം, സുശീലിനെ കുറ്റം പറയണം, അത്രയല്ലേ ഉള്ളൂ. സുശീലിനെ വെറുതെ ഡിഫെൻഡ് ചെയ്യുന്ന എന്തിനാ? ഞാനൊരു കാര്യം പറയട്ടെ, ആ ഈ അനുരാധിനെ പറ്റിയിട്ടല്ലേ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വെറുതെ എന്തിനാ പാവ സുശീലിനെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്? പാവ സുശീലിനോ? ഏയ് ആരാന്ന് പോയി നോക്ക്. എനിക്ക് മനസ്സില്ല, പോയി നോക്കാം. ഞാൻ പോയി നോക്കിയാൽ മതി. എൻ്റെ പൊന്ന് ആലീസ, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. അനുരാധ അല്ല, ഒന്ന് പോയി നോക്ക്. അല്ലല്ലോ, അല്ലെന്ന് പോയി നോക്കാം. സുശീലൻ, പാവൻ സുശീലൻ. ഇവന് സുശീലൻ എന്ന് പേരിട്ടാര് മാറി. ആ പവിത്ര, എന്നാ ഒരു മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? രണ്ടുപേരും കൂടെ രാവിലെ നല്ല വഴക്കാരും തോന്നുന്നല്ലോ. പിന്നെ എങ്ങനെ വഴക്കിടാതിരിക്കും? എന്റെ പവിത്ര ഈച്ചാനോട് ജീവിക്കുന്നത് വലിയ പാടാണ്. എന്തൊരു സ്വഭാവമെന്നറിയോ? ഇന്നത്തെ വിഷയം എന്നായിരുന്നു? പവിത്രനല്ലേ എന്നോട് പറഞ്ഞത് ആ അനുരാധ ഭയങ്കര ഡീസന്റ് ആണെന്ന്? അയ്യോ, അവള് നല്ല ഡീസന്റ് വേണല്ലേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്താ പറ്റി അത് പറ. ഒന്നും ഇല്ല. എന്നാ അത് വിട്. ദേ ഇത് പിടിച്ചേ, ഇതാ സ്റ്റേഷനറി കടയിലെ സുശീലൻ തന്നു വിട്ട് ആലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ അവരുടെ അടുത്ത് ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ. ആ പവിത്ര, എന്താ രാവിലെ? അല്ല, ഞാൻ എന്റെ ഇത് കൊടുക്കാൻ വേണ്ടിട്ട് വന്ന ജംഗ്ഷനിലെ ആ സുശീലൻ എന്ന് പറയുന്ന പുള്ളിയില്ല, സ്റ്റേഷനറി കട നടത്തുന്നത്. ആ പുള്ളി തന്നു വിട്ട് അത് ആലീസിന്റെ കൈ കൊടുക്കാൻ പറഞ്ഞിട്ട്. എന്താ ഇത്? എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ആലീസിന്റെ കൈ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്ത് ചെയ്യുന്നു പറ പവിത്ര. ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നു, വരുമ്പോ മാത്രമാണ് ഞാൻ അറിയുന്നത്. എന്റെ കാശ് കളയാനായിട്ട്. ഇതെന്ത് കളി? ഞാനൊന്നും ആരുടെ അടുത്തും ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല. നീ ഓർഡർ ചെയ്യാതെയാണോ ഈ സാധനം ഇവിടെ വന്നത്? നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. എന്നോട് പറഞ്ഞു ഇത് ആലീസിന്റെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കണം. ഒരു കാരണവശാലും ഇത് ഡോക്ടറുടെ കയ്യിൽ ഏൽപ്പിക്കരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. അതൊന്നും എന്തിനാണെന്നും എനിക്കറിയത്തില്ല. കണ്ടില്ലേ നീ തന്നെ ഓർഡർ ചെയ്തതാ. എന്റെ കാശ് കളഞ്ഞു കിടങ്ങോളൂ. കാശ് ഉണ്ടാക്കുന്നതിന്റെ പാടൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ബഹളം വെക്കാതെ പിന്നെ ആദ്യം ഇതിനകത്ത് ഇതൊന്ന് പൊട്ടിച്ചു നോക്ക്. ഇതിനകത്ത് എന്നാ ഉള്ളതെന്നു നമുക്കറിയാലോ. പൊട്ടിച്ചു നോക്ക്. നീ ഇപ്പൊ സ്ഥലം വിൽക്കണോ വേണ്ടെന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. എന്ത് ചെലവാണെന്നോ എനിക്ക് വരാൻ പോകുന്നത്. പൊട്ടിക്കട്ടെ, പോയി പൊട്ടിച്ചു നോക്ക്. എന്റെ കാശ് മൊത്തം കളയാനായിട്ട്. എന്തായി? ഞാൻ ഒരുവിധം അതിനകത്തൊരു ലെറ്റർ എഴുതി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? അപ്പൊ എനിക്ക് അറിയാലോ, എനിക്ക് ഈ പ്രേമലേഖനം ഒന്നും എഴുതി വലിയ പരിചയമില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരുവിധം ഒരു സാധനം എഴുതി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം സെറ്റ് ആണല്ലോ അല്ലേ? പിന്നെ വേറൊരു കാര്യം, ഒരു കാരണവശാലും ആലീസിന് മാത്രം സമയം കൊടുക്കരുത്. അതിനു മുമ്പേ സാറ് കയറി അങ്ങ് ആക്രമിച്ചോണം. മനസ്സിലായി? എല്ലാം സാറ് മുഴുവൻ പറഞ്ഞു തീർത്തതിന് ശേഷം മാത്രമേ ആലീസിന് സംസാരിക്കാൻ ഒരു സകല സ്ഥലം കൊടുക്കാവുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നടക്കട്ടെ. ഞാൻ പോകുന്നു. ഓൾ ദി ബെസ്റ്റ്. പവിത്ര നിക്ക്. ഞാൻ എന്തിനാണ് നിൽക്കുന്നത്? നമുക്ക് ഇതിനുള്ള തീരുമാനം അറിയണ്ടേ? എന്റെ പൊന്നു സാറേ, ഈ കേസിനകത്ത് ഞാനുണ്ടെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ ഞാൻ ഈ വീട്ടിൽ വന്ന ഒരു ഗ്ലാസ് ചായ പോലും ആലീസ് എനിക്ക് തരത്തില്ല. ആലീസ് ചായയൊക്കെ തരും. ആലീസ് ചായ തരും, അതിനകത്ത് വല്ല വിഷവും ഇട്ടായിരിക്കും എനിക്ക് തരുന്നത്. ഇല്ലെന്ന് ഇവിടെ നിൽക്ക്, പോരുത്. ഓക്കെ. എന്തായത്? നോക്കൂല്ലേ? പേപ്പറാണ്. നോക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ആലീസിന്, എൻ്റെ പ്രിയപ്പെട്ട ആലീസിന് 2 ദിവസമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. സത്യം പറയാമല്ലോ, ആലീസിനെ കാണാതിരിക്കാൻ എനിക്ക് വയ്യ. അയ്യേ, ഫോൺ വിളിച്ചാലോ എന്ന് ആലോചിച്ചതാ. പക്ഷേ ആ ഡോക്ടർ തെണ്ടി കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ ഉണ്ടാവുമല്ലോ. ഇന്നയാൾ ആശുപത്രിയിൽ പോയി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. ഈ കത്ത് പവിത്രൻ്റെ കയ്യിൽ കൊടുത്താൽ അവൻ വായിക്കുമോ എന്ന് പേടിച്ചാണ് പാക്കറ്റിൽ കൊടുത്തു വിടുന്നത്. കടയിൽ നിന്ന് വാങ്ങി എന്തെങ്കിലും സാധാരണ മാണെന്ന് പറഞ്ഞാൽ മതി. ഇന്നലെയും മിനിഞ്ഞാന്നും ഡോക്ടർ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് കൊണ്ടാണ് വിളിക്കാതിരുന്നത്. ഇന്ന് ഡോക്ടർ
ഇറങ്ങിയാലുടൻ വിളിക്കണം. ആലീസിന്റെ സ്വന്തം സുശീൽ. സ്വന്തം എന്താടി ഇത്? എന്തോ ചായ? നിനക്കറിയാതെ ഒരു എഴുത്ത് ഇവിടെ വരുമോ? എനിക്കറിയത്തില്ലെന്ന്. അറിയത്തില്ലല്ലേ? ഞാൻ വെറും ഒരു മണ്ടൻ. രാവിലെ തൊട്ട് സുശീലന്റെ പേരിങ്ങനെ നാമം ജപിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നീ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറയുമ്പോ സുശീലിന്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോഴും ഞാൻ നിന്നെ സംശയിച്ചിട്ടില്ല. ഞാനും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോ സാധനം മേടിച്ചോണ്ട് വരാന്ന് പറയുമ്പോ നീ എന്താ പറയാറുള്ളത്? സുശീലന്റെ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി, സുശീലിന് ലാഭം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ പറഞ്ഞിട്ടില്ലേ? അതിപ്പോ സുശീലിന്റെ കടയുടെ അടുത്തല്ലേ ചായ? അതെ, സുശീലിന്റെ കട അടുത്താണ്. സുശീലിന്റെ കട അടുത്തായതുകൊണ്ട് മാത്രമാണ് നീ പറഞ്ഞല്ലേ? പറയുന്നത് ദേഹത്ത് തുടരുത്. ഇതാ എനിക്കിപ്പോ തെളിവ് കിട്ടിയിട്ടുണ്ട്. തെളിവ്. എടീ, സുശീലന്റെ കടയിൽ ഇല്ലാത്ത സാധനമാണെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരും, അല്ലെങ്കിൽ പവിത്രം മേടിച്ചോണ്ട് വരും. പക്ഷെ സുശീലിന്റെ കടയിലുള്ള സാധനമാണെങ്കിൽ നീ തന്നെ പോയി മേടിക്കും. അങ്ങനെയല്ലേ ഉണ്ടാവാറുണ്ടേ? എന്തൊക്കെയാ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഇതെന്താണ്? ഇത് തെളിവാണ്. തെളിവ്. എന്ത് തെളിവെന്നോ? എടീ, ഒരു പ്രൊവിഷൻ സ്റ്റോറിലെ കടക്കാരൻ സുശീലൻ അനുരാധയെ കുറിച്ച് കുറ്റം പറയുന്ന എന്താണെന്ന് ഞാനൊന്ന് ആലോചിക്കണ്ടായിരുന്നു. അവൻ എന്തിനായിരിക്കും കുറ്റം പറഞ്ഞിരിക്കുക? എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ടടി. ഞാനെങ്ങാനും അനുരാധയെ കുറിച്ച് ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാനും അനുരാധയെ പോലെ മോശക്കാരനാവില്ലേ? അപ്പൊ നമ്മൾ തമ്മിൽ പണങ്ങും. ആ ഗ്യാപ്പിൽ അവന് കയറി ഗോൾ അടിക്കണം. എന്നെ പറ്റി അങ്ങനെയാണ് കരുതിയത്? നിന്നെ പറ്റി ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കരുതാതിരിക്കാൻ നിർവാഹമില്ല. ഇതാണ് തെളിവ്. എന്നെ വിശ്വാസം ഇല്ലേ? എങ്ങനെ വിശ്വസിക്കും? നീ പറ, എങ്ങനെ വിശ്വസിക്കും ഞാൻ? മുതലക്കണ്ണീര് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ നിന്നെ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. നീ എന്നെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പോയിട്ട് വന്ന് നിന്നെ വിളിക്കാന്നല്ലേ? 2 ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അവൻ എങ്ങനെ അറിഞ്ഞടി? എനിക്കറിയാൻ പാടില്ല. വിശ്വാസം ഇല്ലെന്നേ. നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ആ സുശീൽ എന്ന് പറഞ്ഞവർ ഉണ്ടാക്കിയ പണി. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ തമ്മിലുള്ള ധാരണയാണിത്. ഈച്ചാനെ തീരെ വിശ്വാസം ഇല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇനി പിന്നെ ഞാൻ പറയണോടി. ഒട്ടും വിശ്വാസം ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈച്ചാനെ വിശ്വാസം വരുന്നവരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കുടിക്കത്തില്ല. നോക്കിക്കോ, എന്നെ ഈച്ചാനെ വിശ്വാസം വരട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഉടൻ നശിപ്പിക്കേ, ഉടൻ നശിപ്പിക്കേ. ചെയ്യണ്ടായിരുന്നു. എന്ത് ചെയ്യാം? നമ്മുടെ ഗതികേട്. അനുരാധയെ കുറിച്ച് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ പാവം അവള്. സംഗതി ഏറ്റു. പൗത്രം പറഞ്ഞ പോലെ തന്നെ ഞാൻ അവൾക്ക് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കൊടുത്തില്ല. നേരിച്ച് ഒറ്റ അറ്റാക്ക് സുശീലന്റെ പേരും പറഞ്ഞു. ഇന്ന് ഒരു ദിവസം തന്നെ അവളൊരു 10 പ്രാവശ്യങ്ങളിൽ സുശീലന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഗ്യാപ്പിൽ കൂടെ വെച്ച് ഒറ്റ കീറി കൊടുത്തു പോയി. എന്നിട്ട് അവസാനം എന്താ കാര്യം എന്തായെന്ന് പറഞ്ഞാൽ അവള് പിന്നെ തിരിച്ചൊന്നും പറയാൻ പറ്റാതായപ്പോഴേ അവളങ്ങ് പൊട്ടിക്കരഞ്ഞു. അയ്യോ, ഇത് സ്ഥിരം പെണ്ണുങ്ങളുടെ സ്ഥിരം പരിപാടിയാ. ഒന്നും പറയാനില്ലാതെ വരാൻ നേരത്ത് അവസാനം പൊട്ടിക്കരയുക. ഞാനുണ്ടോ മൈൻഡ് ചെയ്യുന്നു? ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് പക്ഷേ എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള കരഞ്ഞോണ്ടുണ്ടല്ലോ. അച്ഛന്റെ സംശയം മാറാതെ ഇനി അച്ഛൻ എന്നെ കാണില്ല എന്ന് പറഞ്ഞ് കയറി കഥ അടച്ചു. കുറ്റിയിട്ടായിരുന്നു. കുറ്റിയിട്ട് കാണും. എന്റെ ഡോക്ടറെ, ഒന്നാമത് ആലീസിന്റെ ഒരു ദുർബല മനസ്സാ. എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ എന്നാ ചെയ്യും? എന്റെ സാറെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്ക് ഒരു വശത്ത്, സാറ് കയറി പുള്ളിക്കാരിയെ ചീത്ത വിളിച്ചതിന്റെ ഷോക്ക് മറ്റൊരു വശത്ത്. എന്തെങ്കിലും കടുങ്കൈ കാണിച്ചാൽ എന്തോ ചെയ്യും? സാറ് ഞാൻ ആലീസിനെ വിളിക്കരുത്. ഒരു മിനിറ്റ്, ഫോൺ വരുന്നു. എന്നെ പ്രതീക്ഷിക്കാതെ സുശീലൻ വിളിക്കുന്നേ. അയാളെന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? എന്താ അറിയത്തില്ല, വിളിച്ചു നോക്കാം. ഹലോ സുശീല. ഓ, ഞാൻ അവിടെ പോവാൻ, ഞാനിവിടൊക്കെ തന്നെ ഉണ്ട്. എന്നാ വിളിച്ചേ? അയ്യോ, എന്തുപറ്റി? സുശീല. ആലീസ് സുശീലിനെ വിളിച്ചായിരുന്നു. എല്ലാ പഴുതും അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ പഴുത് അടയ്ക്കാൻ വേണ്ടി മറന്നുപോയി. പുള്ളി എന്ത് പറഞ്ഞു? പ്രത്യേകിച്ച് എന്നാ പറയാനാ, ധൈര്യം ഉണ്ട് ജംഗ്ഷനിലോട്ട് വരാൻ, അല്ലെങ്കിൽ ആ പുള്ളി എൻ്റെ വീട്ടിലോട്ട് ചെല്ലൂ. എനിക്ക് വരുന്ന ഓരോ ഇത് സുശീലിന്റെ കയ്യിൽ കൊടുക്കണം കേട്ടോ. ഞാൻ തന്നാന്ന് പറയണേ. ഇതെന്താ ഇത്? ഇത് സുശീലിന് കൊടുക്കാനുള്ള ഒരു സാധനമാണ്. അത് അതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്.
പവിത്രൻ അങ്ങോട്ട് ചെന്നാ മതി, സുശീലൻ കാത്തിരിക്കുവാന്ന് പറയാൻ പറഞ്ഞു. ആണോ? ഇത് തന്നെ എന്നോട് സുശീലനും പറഞ്ഞത്. എന്ത്? കാത്തിരിക്കുവന്ന്. ആണോ? എന്നാ സമയം കളയണ്ട, ചെല്ലാൻ നോക്ക്. സത്യം പറയാലോ അലീസ, ശരിക്കും ഇത് എന്റെ ഐഡിയ അല്ലത്. ഞാൻ പറയും. അത് പവിത്രന്റെ ഐഡിയ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. പവിത്രന്റെ ഐഡിയ ആണെങ്കിലേ സുശീലന്റെ ഒരു പേര് വരില്ലല്ലോ. ഐഡിയക്കാരനുള്ളത് ഞാൻ പിന്നെ കൊടുത്തോളാം. ഇപ്പൊ പവിത്രൻ ചെല്ലാൻ നോക്ക്. പിന്നൊരു കാര്യം, ഇടക്ക് വല്ലപ്പോഴും ഒരു കടലാസും പേനെടുത്ത് എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് നല്ലതായിരിക്കും. അതെന്നാ? അല്ലെങ്കിൽ അക്ഷരങ്ങളൊക്കെ മറന്നു പോവും. ചെൽ ചെൽ ചെൽ. അയ്യടാ, എന്തൊരു അഭിനയമായിരുന്നു. ഈ പട്ടിനെയും പൂച്ചേനെയൊക്കെ ചികിത്സിക്കാൻ പോണ നേരത്ത് പല സിനിമയിൽ അഭിനയിക്കാൻ പോകും. അതിലെങ്കിലും ഭാവി ഉണ്ടാവും. മിസ്റ്റർ ജോർജൂട്ടി, പവിത്രം പോയായിരുന്നു? പോയായിരുന്നു, കണ്ടില്ലല്ലേ? അതെ ആലിസേ, നീ ഒരു കാര്യമില്ലാതെ അനുരാധയുടെ പേര് പറഞ്ഞ് എന്നെ സംശയിച്ചില്ലേ? അപ്പൊ നിന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്തത്. ആണോ? ഈ ചായ നമ്മൾ തമ്മിൽ എന്തോരം വഴക്കടിക്കാറുണ്ട്. ആ വഴക്കൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെ നിക്കത്തില്ലേ? ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയി പറയാറുണ്ടോ നമ്മൾ വഴക്കിട്ട കാര്യം? പറയാറുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ പവിത്രനെയും സുശീലിനെയൊക്കെ നമ്മുടെ ഇടയിലോട്ട് വലിച്ചിട്ടത്? മോശമായി പോയില്ലേ? എന്റെ മുത്ത് എന്നോട് ക്ഷമിക്കൂടാ, സോറി. മുത്ത് ക്ഷമിച്ചിട്ടാ.